ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും SS കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉഷിരോഗരി അഥവാ ടേൺ ബാക്ക് കിക്ക് എങ്ങനെ ചില സിമ്പിളായിട്ടുള്ള മെത്തേഡുകളിലൂടെ എങ്ങനെ വളരെ വേഗത്തിൽ ഇത് പഠിച്ചെടുക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്യുക. നിർബന്ധമായിട്ടും ചെയ്യേണ്ട 2 സ്ട്രെച്ച് ഇതും കൂടെ ചെയ്യാനായിട്ട് നോക്കുക. കാല് വൈഡാക്കി വയ്ക്കുക, ഇങ്ങനെ ഓരോ സൈഡ് ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അതേപോലെ അടുത്ത സൈഡിലേക്കും ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നിന്നിട്ട് കാലിങ്ങനെ പൊക്കിയെടുത്ത് ഈ കാലിങ്ങനെ മാക്സിമം ഉയരത്തിലേക്ക് പൊക്കിയെടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. തലയ്ക്ക് മുകളിലേക്ക് പൊക്കിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ അടുത്ത കാലും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഉഷിരോഗരി ചെയ്യാൻ നേരത്ത് ആ സ്ട്രെയിൻ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ കാലിങ്ങനെ ഉയർത്തുക, എന്നിട്ട് നമ്മുടെ ഹീല് മോളി വരുന്ന രീതിയിൽ ബാക്കിലേക്ക് ത്രസ്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത് നമ്മുടെ ഹീലായിരിക്കണം. ഒന്നുകൂടെ നോക്കാം. ഇതേപോലെ കാല് ഉയർത്തിയെടുക്കുക, കണ്ടോ, ത്രസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക്. ഫസ്റ്റ് സമയത്ത് നമ്മുടെ ബോഡി കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നാലും സാരമൊന്നുമില്ല പഠിക്കുന്ന സമയത്ത്. ഇതേപോലെ തന്നെ വീണ്ടും കാല് ഉയർത്തിയെടുക്കുക, ബാക്കിലേക്ക് ത്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് നേരെ നിൽക്കുക. വേണമെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ടാണെങ്കിലും ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഒരു കസേരയോ അല്ലാന്നുണ്ടെങ്കിൽ ഭിത്തിയിലോ എവിടെയെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ കാല് ലിഫ്റ്റ് ചെയ്യുക, ബാക്കിലേക്ക് ത്രസ്റ്റ് ചെയ്യുക, മടക്കുക, പഴയതുപോലെ നിൽക്കുക. വീണ്ടും ഇതേപോലെ പൊക്കുക, ഉയർത്തിയെടുക്കുക, ബാക്കിലേക്ക് ത്രസ്റ്റ് ചെയ്യുക, തിരിച്ചു വലിക്കുക. ഇതൊന്ന് പഠിച്ചെടുക്കാനായിട്ട് നോക്കാം. ഇങ്ങോട്ട് കാല് ഉയർത്താതെ ഇതേപോലെ ഉയർത്തിയെടുക്കാനായിട്ട് നോക്കാം. കിക്ക് ചെയ്യുക, തിരിച്ചു വലിക്കുക. ആദ്യം ചെയ്യാൻ നേരത്ത് അപ്പർ ലെവലിലേക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, താഴത്തേക്ക് വന്നാലും മതി. അപ്പർ ലെവലിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് താഴെ വീഴാനായിട്ട് ഒരു ടെൻഡൻസി വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് താഴേക്ക് ചെയ്താലും മതി. ആ ഒരു ബാലൻസൊക്കെ വരുത്തിയെടുത്തതിന് ശേഷം അടുത്ത ഒരു മെത്തേഡിലേക്ക് പോകാം. അതിനുശേഷം ഫ്രണ്ടിൽ വെച്ച കാല് കുറച്ച് സൈഡിലേക്ക് നീക്കി വയ്ക്കുക. അതായത് നമുക്കിങ്ങനെ ടേൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ടേൺ ചെയ്ത് വരാൻ നേരത്ത് നേരത്തെ ബാക്കിലിരുന്ന കാല്, ഇപ്പോൾ ബാക്കിലിരുന്ന കാല് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയാൽ ഇതേപോലെ ഫ്രണ്ടിലിരുന്ന കാല് ഫോർവേഡ് സ്റ്റാൻസിൽ നിന്നതിന് ശേഷം ഫ്രണ്ടിലിരുന്ന കാലെടുത്ത് നീക്കി വയ്ക്കുക. അതിനുശേഷം ടേൺ ചെയ്യുക. നമ്മൾ സ്പിൻ ചെയ്ത് കറങ്ങി പോകാനായിട്ട് പാടില്ല. ഉഷിരോഗരി ചെയ്യാൻ നേരത്ത് ടേൺ ചെയ്തിട്ടാണ്. അതാണ് ടേൺ ബാക്ക് കിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഉറമ ഭാഷയിലേക്ക് നമ്മൾ 360 ഒക്കെ റൗണ്ട് ചെയ്ത് വരാൻ നേരത്ത് ഉള്ളതുപോലുള്ളൊരു മെത്തേഡല്ല. ടേൺ ചെയ്തിട്ടാണ് കിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിരിഞ്ഞു വരണത്. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രത്യേകം ഓർക്കുക. ഇതേപോലെ കാല് കയറ്റി വയ്ക്കുക, ഫ്രണ്ടിലുള്ള കാല് മാറ്റി വയ്ക്കുക, ടേൺ ചെയ്യുക, എന്നിട്ട് ബാക്കിലുള്ള കാല് കിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വയ്ക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് തന്നെ വലിച്ചു വെച്ചാലും മതി, മുന്നിലേക്ക് വെക്കണമെന്ന് നിർബന്ധമില്ല. ആ ഒരു ബാലൻസൊക്കെ വരുത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഫ്രണ്ടിലെ കാല് നീക്കി വയ്ക്കുക, ടേൺ ചെയ്യുക, കിക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് തന്നെ വരാനായിട്ട് നോക്കണം. ഇതൊരു ബാലൻസൊക്കെ വരുത്തിയെടുത്തതിന് ശേഷം വീണ്ടും കാല് മാറ്റി വയ്ക്കുക, ടേൺ ചെയ്യുക, കിക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് വയ്ക്കുന്നതിന് പകരം ടേൺ ചെയ്ത് ബാക്കിലേക്കും കൂടെ വയ്ക്കുക. ഫോർവേഡ് സ്റ്റാൻസിൽ നിൽക്കുക, ഈ കാലിങ്ങോട്ട് മാറ്റി വയ്ക്കുക, ടേൺ ചെയ്ത് കിക്ക് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കുക. അടുത്ത രീതി ഇതേപോലെ കാല് നീക്കി വയ്ക്കുക, ടേൺ ചെയ്ത് കിക്ക് ചെയ്ത് ബാക്കിലേക്ക് തന്നെ വെക്കാനും നോക്കാം. ഇനി അടുത്ത ഒരു മെത്തേഡ്, ഫോർവേഡ് സ്റ്റാൻസിൽ നിന്നിട്ട് കാല് മാറ്റി വെച്ചില്ലേ, അതേപോലെ കാല് മാറ്റി വയ്ക്കരുത്. കാല് മാറ്റി വയ്ക്കാതെ അവിടെ തന്നെ നിൽക്കുക, ടേൺ ചെയ്ത് കിക്ക് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാനായിട്ട് നോക്കുക. ഫോർവേഡ് സ്റ്റാൻസിൽ നിൽക്കുക, കാലെടുത്ത് വയ്ക്കാതെ അവിടുന്ന് തന്നെ ടേൺ ചെയ്ത് കിക്ക് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് വയ്ക്കാനായിട്ട് നോക്കുക. ഇതേപോലെ 2 സൈഡിലും ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പുറത്തെ കാലാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഈ സൈഡിലേക്ക് എടുത്ത് വയ്ക്കും, ടേൺ ചെയ്യും, ബാക്കിലിരുന്ന കാലുകൊണ്ട് കിക്ക് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാനായിട്ട് നോക്കും.
അപ്പോൾ 2 സൈഡും ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം. ചെയ്യാൻ പറ്റുന്ന 1-2 കോമ്പിനേഷനും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇങ്ങനെ കാല് വെച്ച് നിൽക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ബാക്കിലുള്ള കാല് കൊണ്ട് ബാക്കിലേക്ക് കിക്ക് ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെ ക്രോസ് ചെയ്യുക. എന്നിട്ട് കാലെടുത്ത് പുഷ് ചെയ്ത് ഇങ്ങനെ തന്നെ നിൽക്കാനായിട്ട് നോക്കണം. ഇതേപോലെ വീണ്ടും ക്രോസ് ചെയ്യുക, കിക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ട് നോക്കാം. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പുറത്തെ കാലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തിരിഞ്ഞ് നിൽക്കാനായിട്ട് നോക്കണം. എന്നിട്ട് ഫ്രണ്ടിലിരുന്ന കാല് ഇതേപോലെ ക്രോസ് ചെയ്യുക, കിക്ക് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാനായിട്ട് നോക്കുക. വീണ്ടും ക്രോസ് ചെയ്യുക, കിക്ക് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാനായിട്ട് നോക്കുക. അതിനുശേഷം സ്കിപ്പ് ചെയ്തും കൂടെ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ ബാക്കിലിരുന്ന കാല് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് വരണം പെട്ടെന്ന്. അതായത് 1 ഓക്കെ, ബാക്കിലേക്കൊക്കെ ത്രസ്റ്റ് ചെയ്ത് കിക്ക് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു കിക്കാണ് പുഷിരോഗരി. ഇതേപോലെ 1 അങ്ങനെ ത്രസ്റ്റ് ചെയ്ത് കിക്ക് ചെയ്യാനായിട്ട് പറ്റും. കരാട്ടയിലെ കിക്കുകളിൽ അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള കിക്കുകളിലൊന്നാണ് പുഷിരോഗരി. പുഷിരോഗരി പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.